കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കോട്ടയത്ത് പുരോഗമിക്കുകയാണ്. കോട്ടയത്തെ കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചെയർമാൻ ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിലാണ് യോഗം. LDFൽ ഹാപ്പിയാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു. രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടില്ല, മുന്നണി മാറ്റ ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കാര്യമാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ചയില്ല, രാഷ്ട്രീയ സാഹചര്യം മാറിയില്ലല്ലോ. പൂർണ്ണ ഹാപ്പിയാണ്. പ്രാവശ്യം ചർച്ച ചെയ്ത് നമുക്ക് അർഹതപ്പെട്ട പ്രദേശങ്ങൾ കൂടുതൽ സീറ്റ് ലഭിക്കാനുള്ള ശ്രമമാണ്. സനോജ് ചേരുകയാണ് വിവരങ്ങളുമായി. സനോജ്, ആ യോഗം തുടരുകയാണോ? ആ യോഗത്തിന് മുമ്പാണോ ജോസ് കെ മാണി മാധ്യമങ്ങളോട് സംസാരിച്ചത്? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. നിലമ്പൂരിലെ ജനങ്ങളുടെ വിധിയെഴുത്ത് യഥാർത്ഥത്തിൽ തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് UDFന് തന്നെ ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ മുന്നണിയിലേക്ക് പുതിയ ആളുകൾ വരുന്നതിനെക്കുറിച്ചൊക്കെ അവർ തന്നെ അവർക്ക് തന്നെ പറയേണ്ടി വരുന്നത് എന്നാണോ അദ്ദേഹം സൂചിപ്പിച്ചത്? വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ജോസ് കെ മാണിയിൽ നിന്ന് വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട്. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് UDFിലേക്ക് പോകുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് കോട്ടയത്ത് നടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് പാർട്ടിയുടെ നിലപാട് പാർട്ടി ചെയർമാൻ കൂടിയായിട്ടുള്ള ജോസ് കെ മാണി വ്യക്തമാക്കിയത്. മുന്നണി വിടേണ്ട യാതൊരു രാഷ്ട്രീയ സാഹചര്യവും നിലവിലില്ല. നിലമ്പൂരിലെ വിജയത്തിൽ UDFന് ഒട്ടുമേ ആത്മവിശ്വാസമില്ല. ആ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് അവർ ഘടകകക്ഷികളെ ചേർക്കുന്നതിന് വേണ്ടി ഘടകകക്ഷികളുടെ പിന്നാലെ നടക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ തങ്ങൾക്ക് LDF വേണ്ട സാഹചര്യമില്ല എന്നും തങ്ങൾ LDFൽ പൂർണ്ണ സംതൃപ്തരാണ് എന്നും അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കുകയുണ്ടായി. ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജോസ് കെ മാണിയെ കൂടാതെ റോഷി അഗസ്റ്റിനൊപ്പം തന്നെ N ജയരാജ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ കേരള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകുന്നേരമാണ് യോഗം സമാപിക്കുക. ശരത്ത്.